വ്യാജ തൊഴിൽ പരസ്യങ്ങളിൽ ജാഗ്രത വേണമെന്ന് അബുദാബി പോലീസ് പറയുന്നു. അരുൺ ഭാരാട്ട് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. നമുക്കറിയാം, മലയാളികൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് തൊഴിലന്വേഷിച്ച് ഓരോ ദിവസവും യു എയിൽ എത്തുന്നത്. ഇത്തരക്കാരെ വലയിലാക്കുന്നതിനായി ഇപ്പോൾ തൊഴിൽ തട്ടിപ്പ് സംഘങ്ങൾ സജീവമായിരിക്കുന്നു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അബുദാബി പോലീസാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നു. ഈ തൊഴിൽ തട്ടിപ്പ് സൂക്ഷിക്കണമെന്നാണ് അബുദാബി പോലീസ് പറയുന്നത്. ആദ്യം ഈ തട്ടിപ്പുകാർ ടെലിഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രമുഖ കമ്പനികളുടെ പേരിൽ ഈ ഒരു തൊഴിൽ പരസ്യം നൽകും. ഇത് കണ്ട് ഇവരെ ബന്ധപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അവരോട് നിയമനം ലഭിക്കണമെങ്കിൽ ഒരു ഫീസ് നൽകണം എന്ന് ഇവർ ആവശ്യപ്പെടും. തുടർന്ന് ഫീസ് നൽകിയ ശേഷം ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ ഈ ഒരു തട്ടിപ്പുകാർ നൽകും. ഇത് ലഭിച്ച പലരും അവർ നൽകിയ ഈ ഓഫർ ലെറ്ററിലുള്ള കമ്പനിയെ നേരിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് വ്യാജമാണെന്നും തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നും മനസ്സിലാക്കുക. മുൻനിര കമ്പനികളുടെ പഴയ ജോലിക്കാരാണ് തങ്ങൾ എന്നതടക്കം പറഞ്ഞ് ഈ തട്ടിപ്പുകാർ രംഗത്തെത്താറുണ്ട് എന്നുമാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഈയിടെ ഇത്തരം പരാതികൾ വർദ്ധിച്ചു വരികയാണെന്നാണ് അബുദാബി പോലീസിനെ ഉദ്ദേശിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തൊഴിലന്വേഷകന്റെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. ഈ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ തൊഴിൽ തട്ടിപ്പുകാർ പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. പലപ്പോഴും ഈ ചതിയിൽപ്പെടുന്ന ആളുകൾ ആദ്യമായി യു എയിൽ എത്തുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെയുള്ള സ്ഥലത്തിന്റെ അറിവില്ലായ്മയുണ്ട്. ഇവരുടെ ഈ അറിവില്ലായ്മ അടക്കം സംഘം മുതലെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്, ദുബായിൽ അടക്കമുള്ള ചില ഏജൻസികൾ ഇവർ ഒരു വ്യാജ ഇന്റർവ്യൂ പരസ്യം നൽകും. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരിക്കും ഇത്തരത്തിലുള്ള വ്യാജ ഇന്റർവ്യൂ പരസ്യം നൽകുക. ഉദ്യോഗാർത്ഥികളെ എന്നിട്ട് തങ്ങളുടെ ഓഫീസിലേക്ക് എത്തിക്കും. ഈ ഒരു ഏജൻസി ഫീസ് എന്ന രീതിയിൽ 200-300 ദിർഹം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിവെക്കും. പിന്നീട് ഈ ഏജൻസികളെ വിളിക്കുന്ന സമയത്ത് ഒരു പ്രതികരണം ഉണ്ടാകില്ല. പലരും ഇപ്പോൾ ഇവിടെ വിസിറ്റ് വിസയിൽ നിന്നാണ് ജോലി നോക്കുന്നത്. അതിനാൽ തന്നെ ഈ വിസ കാലയളവ് കഴിയുമ്പോൾ ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടും വരും. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ഒരു സ്ഥലത്തും പരാതിപ്പെടാനും സാധിക്കാറില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇങ്ങനെയുള്ള ഏജൻസികളെ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. കേൾക്കുമ്പോൾ ഈ ഏജൻസികൾ വാങ്ങുന്നത് 200-300 ദിർഹമാണ്, ചെറിയ തുകയാണ് എന്ന് തോന്നുമെങ്കിലും നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ വാങ്ങുന്ന ഈ തുക നോക്കുമ്പോഴാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ഇതിനെല്ലാം കൃത്യമായ ജാഗ്രത വേണമെന്നാണ് പോലീസ് പറയുന്നത്. പണം നൽകി ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞെത്തുന്നവരെ അകറ്റി നിർത്തുക തന്നെ വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ, ID നമ്പറുകൾ നൽകരുതെന്നും പോലീസ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ ഭാരാട്ട്. ദുബായ് ബ്യൂറോയിൽ നിന്നാണ് അത് അരുൺ നമുക്കൊപ്പം ചേർന്നത്.